നമ്മുടെ വണ്ടിയുടെ ഈ കട്ട് ഓഫ് സ്വിച്ചിന് ചെറിയൊരു കംപ്ലൈന്റ്, സ്റ്റാർട്ടിങ്ങിനൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് മാറാനുള്ളൊരു പരിപാടിയാണ്. കട്ട് ഓഫ് സ്വിച്ചിന്റെ ഒരു വിഷയം കൊണ്ട് ചില സമയങ്ങളിൽ നമ്മൾ രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കാണിക്കുന്നു. അത് കൈയോടങ്ങ് മാറ്റിയേക്കാന്ന് വിചാരിച്ചു. ഷോറൂമിൽ പോകണം കൊല്ലത്ത്, അവിടെ പോയി വാങ്ങിച്ചു കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യണം. നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ, നമ്മൾ തന്നെ ഇപ്പം അഴിച്ചെടുത്തത്. ഇതിലേ വഴിയുണ്ടോ? പെട്രോള് കുറവാ. പയ്യെ വരുത്തല്ലേ? ഇതെവിടെ ചെന്ന് കയറിയ വഴി? ലെഫ്റ്റ് അല്ലേ? ഞാൻ വന്നിട്ടില്ല. ഇതുവഴി വന്നിട്ടില്ല. വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഇവിടുന്ന് റൈറ്റ് അല്ലേ? ഇവിടുന്ന് ലെഫ്റ്റാണ്. ഇതുവഴി വന്നിട്ടില്ല. പക്ഷെ ഈ വഴി ഇങ്ങനെ വഴിയുണ്ടെന്ന് അറിയാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നല്ല വെയില അല്ലേ? കുഴപ്പമില്ല, കയറിക്ക. എണ്ണയുടേത് റെഡിലാ കിടക്കുന്ന കേട്ടാ. ഈ വണ്ടിക്കകത്ത് യാത്ര ചെയ്യാൻ നല്ല സുഖമാ. ആംബുലൻസിന്റെ ശബ്ദം കേൾക്കുന്നത്, വണ്ടി കാണുന്നില്ല. വരുന്നുണ്ടല്ലേ? ഈ റോഡിൽ കൂടെ ഒരു രോഗിയായിട്ട് പോകുമ്പോ തന്നെ എന്ത് ബുദ്ധിമുട്ടാന്നറിയാം. ഇവിടെ പാലം പണി ആരംഭിച്ച ചവറ. ഈ പാലം പൊളിച്ചളയല്ലേ? ഈ പഴയ പാലം. ഇത് ഈ തൂണിനകത്തൂടെ ആയിരിക്കും. ഷോറൂമിൽ പോയി അന്വേഷിച്ചപ്പം അവിടെ സാധനമില്ല. പിന്നെ ഞങ്ങൾ കൊല്ലത്ത് വന്നു. കൊല്ലത്തുള്ള കടകളിലൊക്കെ ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. അയാൾക്ക് പൈസ ഒന്നും കൊടുത്തേക്കരുത്. കാരണം എന്ന് പറഞ്ഞാലേ അതൊരു പരിപാടി എന്ന് പറഞ്ഞാൽ പൈസ അങ്ങ് വാങ്ങിച്ചു വെച്ചാലേ നമ്മളവിടെ നിന്നോളുമല്ലോ. നമുക്കിത് അന്വേഷിച്ചിട്ട് നമുക്ക് ചെല്ലാം. ഇവിടെ നമ്മുടെ കൈക്ക് കിട്ടിയില്ലെങ്കിലേ എവിടെന്ന് പറഞ്ഞ മാടന്നടയില. ഇവിടെ ആളേലും പരിചയമുള്ള കടകളെല്ലാം ഉണ്ടോ? ഇത് അക്സസറീസാ. സുജാത ലൂബ്രിക്കൻസ്. ഇത് ഓയിൽ കടയാ. ഉപാസന റൂട്ടിലല്ലേ?
ഉപാസന ഹോസ്പിറ്റലിൽ ഇപ്പുറത്തായിട്ടൊരു സൂപ്പർ എന്നും പറഞ്ഞൊരു ഒരു കടയുണ്ട്. പക്ഷെ അത് അവിടുന്ന് മാറിയെന്ന് അറിഞ്ഞൂടാ കേട്ടോ. ഇവിടൊക്കെ കടയുണ്ട് കേട്ടോ. ഇതെന്ത് കടയാ? ഇതൊക്കെ വണ്ടിയുടെ കടകളാണ്. എവിടെ സാധനം? ആ സാധനം അവിടെ കാണില്ലേ? സാധനം അന്വേഷിച്ച് കുറേ കടകളിൽ നടന്നു. കിട്ടാൻ പ്രയാസമാണ്. വേറൊരു കടയിൽ നമ്മളെ ഇരുത്തിയിട്ട് അവർ എങ്ങാണ്ടെന്ന് എടുത്തു തരാനായിട്ടുള്ളൊരു ശ്രമം നടത്തി. ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് എസ്കേപ്പ് ആയി. ഇതിവിടെ ചിലപ്പോൾ കാണും. ബാറ്ററി ഐറ്റംസ്, കട്ട് ഓഫ് സ്വിച്ച്. പുള്ളിക്കാരൻ എവിടെയോ കിട്ടുന്ന സ്ഥലം പറഞ്ഞു തരാണ്. എവിടാ? ഉപാസന അടുത്താണ്. ഇപ്പൊ ഉപാസന ഹോസ്പിറ്റലിന്റെ അടുത്ത് കുറച്ച് കടകളുണ്ട്. അപ്പൊ അത് പുള്ളി നമുക്ക് പറഞ്ഞാണ്. പുള്ളി എന്താ പറഞ്ഞ? കടപ്പാക്കട റൂട്ടല്ലേ? അപ്പൊ അങ്ങനെ പോണെങ്കിൽ റൗണ്ട് അവിടുന്ന് തിരിയാനുള്ള സ്ഥലമുണ്ടോ? ഇല്ല, റൗണ്ട് റോട്ടിലോട്ട് ചെല്ലത്തില്ലല്ലോ അവിടുന്ന്. ഇതുവഴി പോയി കഴിഞ്ഞാൽ നമ്മൾ ബിഷപ്പ് ജെറം നഗറിന്റെ അപ്പുറത്ത് പോയി യൂട്ടനടിച്ചു വരണം. അങ്ങനെയാണ് ഇവിടുത്തെ സംഭവം. ഇതുവഴി കയറാൻ പറ്റുമോ? അപ്പുറത്തെ വഴി കൂടെ കയറാം. കയറി കഴിഞ്ഞാൽ അവിടെ ചെന്ന് എന്തായാലും അവിടെ ചെല്ലാതെ യൂട്ടൺ കിട്ടത്തില്ല. ഇവിടുന്ന് ഇങ്ങനെ കയറി വന്ന് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവിടെ അടച്ചു വെച്ചിരിക്കുക. നമുക്ക് ഇവിടുന്ന് ഈ ഇതുവഴി വരുമ്പം നമുക്ക് യൂട്ടേൺ ഇല്ല. അവിടെ ഈ ഹെൽമെറ്റ് ഇല്ലാത്തവരെ എല്ലാം പിടിക്കുക. നമുക്ക് ഹെൽമെറ്റ് ഇല്ലാത്തവർക്ക് ക്യാമറ അടിച്ചു കൊടുക്കും. 2 ഹെൽമെറ്റ് ഇല്ലാതെ കൊല്ലത്തോട്ടം വന്നേക്കരുത് അല്ലേ? കുറെ ഇരിക്കുന്ന വലിയ പയ്യനെ ഫോട്ടോ എടുത്ത്. അത് കുഴപ്പമില്ല, അവിടെ ചെന്നിട്ട് വലത്ത് കടിക്കാം. സെന്റ് ജോസഫിന്റെ അടുത്തേ ഉള്ളു യൂട്ടേൺ. സെന്റ് ജോസഫിന്റെ അടുത്തേ ഉള്ളു യൂട്ടേൺ. അല്ല, ഇത് പണ്ട് പോലെയുള്ള അങ്ങനെ ഒരുപാട് നാളായിട്ട് ഗൾഫിലൊക്കെ നിൽക്കുന്ന നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളില്ലേ, അവര് കൊല്ലം കണ്ടിട്ട് ഒരുപാട് നാളായി. അപ്പൊ അവരെ കൊല്ലം കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാന്നാണ് ഈ ഒരു യാത്രയുടെ ഉദ്ദേശം. അറിയോ? ആംബുലൻസുകൾ ഇങ്ങനെ ചീറിപ്പായാണ്. അങ്ങോട്ട് പോകുമ്പോ ആംബുലൻസ്, ഇങ്ങോട്ട് വരുമ്പോ ആംബുലൻസ്. ആയിരിക്കും അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ കറങ്ങിയടിച്ച് നോക്കിയൊക്കെ വന്ന് ഷോപ്പിലെത്തി. ചിന്നക്കടയിൽ നിന്ന് കുറച്ച് കടപ്പാക്കട റൂട്ടിലോട്ട് ഉപാസന ഹോസ്പിറ്റലിന് കുറച്ച് പുറത്തായിട്ട് ആണ് കട. ഇവിടെ ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ
ഉണ്ട് ഇവിടെ. ദിവസേ ദിവസേ കിട്ടിയ സാധനം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം. നമ്മുടെ വണ്ടിക്കകത്ത് ഇരുന്നതിനേക്കാൾ ക്വാളിറ്റിയുള്ള സാധനമാണ്. മറ്റേത് പ്ലാസ്റ്റിക് ആയിരുന്നു, പ്ലാസ്റ്റിക് ബോഡി ആയിരുന്നു. ഇപ്പോൾ ഇത് നമുക്ക് മെറ്റൽ ബോഡിയാണ് കിട്ടിയത്. കുറച്ചുകൂടെ ക്വാളിറ്റി ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സാധനമാണ് വേണ്ടത്. കാരണം ഇതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുക. കാരണം ചില സമയത്തൊക്കെ നമ്മൾ കട്ട് ഓഫ് ചെയ്തിട്ട് ഓണാക്കുമ്പോഴേ നമുക്ക് സ്റ്റാർട്ട് ആവത്തില്ല. പിന്നെ 2-3 പ്രാവശ്യം വന്നിങ്ങനെ സ്വിച്ച് അടിച്ച് ഒക്കെ ആക്കിയിട്ടാണ് സ്റ്റാർട്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിൽ നമ്മളതങ്ങ് മാറാമെങ്കിലേ നമ്മുടെ വണ്ടിയുടെ കണ്ടീഷനെ അത് ബാധിക്കും. ബാറ്ററി ലൈഫൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. AC ഒക്കെ കട്ട് ഓഫ് ആവാൻ ചാൻസ് ഉണ്ട്. എന്ത് വില? 1150. അവിടെ എത്ര പറഞ്ഞ? അടിപൊളി. അവിടെ 1750. നമ്മൾ നിർത്തിക്കൊണ്ട് കച്ചവടം ചെയ്യാൻ നോക്കി ഇല്ലേ? കുഴപ്പമില്ല, അത് അവരുടെ കച്ചവട രീതിയല്ലേ, നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ ഉണ്ടാവും. അത് ഇവിടുന്ന് ഒരാള് അവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്ന താമസമല്ലേ ഉള്ളു. അതെ, നമ്മൾ കൊണ്ടുവന്ന സാധനം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ബോഡിയാണ്. ഇതുണ്ട്, ഇത് പ്ലാസ്റ്റിക് ബോഡിയാണ്, ഇത് മെറ്റൽ ബോഡിയാണ്. ഇത് രണ്ടും രാപകൽ വ്യത്യാസമുണ്ട്, മനസ്സിലായോ? എന്റെ കണക്കൂട്ടിൽ പുതിയ വണ്ടി വരുമ്പോ ഇത് ഇളക്കിയിട്ട് ഇത് ആക്കുന്നതാണ് നല്ലത്. അല്ല, ഇത് ട്രാവലറിൻ്റെത് വരുന്നത് പ്ലാസ്റ്റിക് ബോഡി തന്നെ, കമ്പനി വരുന്ന സാധനം പ്ലാസ്റ്റിക് ബോഡിയാണ്. അപ്പൊ അതിന്റെ ക്വാളിറ്റി വ്യത്യാസത്തിനകത്ത് ലൈഫിലും വ്യത്യാസം വരും. ഓക്കെ, പോവാൻ നോക്കി. അപ്പൊ അത് കഴിഞ്ഞു.